بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. القسم الثالث. നിയ്യത്തുമായി ബന്ധപ്പെട്ട് അമലുകളെ മൂന്നായി തിരിച്ചു. ഒന്നാമത്തത് അദ്ദേഹം പറഞ്ഞത് പാപങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത് അള്ളാഹുവിനുള്ള താഅത്ത് ഇബാദത്തുകളെ കുറിച്ച്. മൂന്നാമത്തെ വിഭാഗം അൽ മുബാഹാത്തു, ഹലാലായ കാര്യങ്ങൾ, അതിനും നിയ്യത്തുമായി ബന്ധമുണ്ട്. അദ്ദേഹം പറയാണ്, വമാമിൻ ഷൈഇൻ മിനൽ മുബാഹാത്തി, ഹലാലുകളിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ലാ വയഹ്തമിലു, അത് സാധ്യത ഉണ്ടാക്കിയിട്ടല്ലാതെ നിയ്യത്ത് ചെയ്യാമല്ലോ. അവ നിയ്യാത്തിന് അല്ലെങ്കിൽ പല നിയ്യത്തുകൾക്ക് സാധ്യത ഉണ്ടാക്ക് അതൊക്കെ നിയ്യത്ത് ചെയ്യാൻ കഴിയും. യസീറു ബിഹ, ആ മുബാഹാവും ബിഹ, ആ നിയ്യത്ത് കാരണമായി മിൻ മഹാസിനിൽ ഖുർബാത്തി, നല്ല ഖുർബത്തുകളിൽപ്പെട്ടതായിട്ട് മാറും. വയനാലു ബിഹ, അയാൾ ആ നിയ്യത്ത് കാരണമായി കരസ്ഥമാക്കും മഹാലിയ ദർജാത്തി, ഉയർന്ന പദവികളെ. അപ്പൊ നിയ്യത്ത് കൊണ്ട് ഹലാലായ കാര്യങ്ങൾ ഇബാദത്തായിട്ട് മാറും, ഉയർന്ന പദവികൾ കിട്ടും. എന്തു ആയിക്കോട്ടെ നിയ്യത്ത്, കൈയൊന്ന് ചൊറിയുക, വിരലൊന്ന് എടുക്കുക, ഒന്ന് തിരിഞ്ഞു നോക്കുക, ഏത് ഹലാലായ കാര്യവും, ഒരു സ്ഥലത്ത് ഇരിക്കുക, നിൽക്കുക, ഹലാലായ മുഴുവൻ കാര്യങ്ങൾക്കും ഈ നിയ്യത്ത് കാരണമായി അത് നല്ല അമലായിട്ട് മാറും. ഇതിനെ തൊട്ട് അശ്രദ്ധനായവരുടെ പരാജയം എത്ര ഭയാനകമായിരിക്കും. ഈ കാര്യം ചിന്തിക്കാത്തവരുടെ പരാജയം. എന്നിട്ട് വയത്താഹ, പിന്നെ ഹലാലുകളെ അവൻ കരസ്ഥമാക്കും. തഹാത്തിയൽ ബഹായിമിൽ മുഹമ്മല, സംസാരശേഷി ഇല്ലാത്ത മൃഗങ്ങൾ കരസ്ഥമാക്കുന്നത് പോലെ. അൻ സഹബിൻ ബഗഫറത്തിന്, അശ്രദ്ധയോടുകൂടെ വെറുതെ ഹലാലായത് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അയാൾ നശിപ്പിക്കും, നഷ്ടപ്പെടുത്തും. വലാ യംബഗി, പാടില്ല, അൻ യസ്തഹ്കിറൽ അബ്ദു, ഒരടിമ നിസാരമായി കണക്കാക്കാൻ പാടില്ല. ഷൈഅൻ മിനൽ ഖതറാത്തി, അയാളുടെ ചിന്താശകലങ്ങളിൽപ്പെട്ട ഒന്നിനെയും, വൽ ഖതവാത്ത്, എല്ലാ ചവിട്ടടികളിൽപ്പെട്ട ഒന്നിനെയും, വൽ ലഹളാത്തി, അവൻ്റെ നോട്ടങ്ങൾ, ചെറിയ ചെറിയ നോട്ടം, പെട്ടെന്നുള്ള നോട്ടം, അതിനാണ് ലഹളത്ത് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നിനെയും. അപ്പൊ കുല്ലുദാലിക, ഇതെല്ലാം തന്നെ യുസ്അലു അൻ, അതിനെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടും യൗമൽ ഖിയാമ. അന്നു ലിമ ഫഅല, എന്തിനാണ് ഇതിനവൻ ചെയ്തതെന്ന്. വമല്ലദീ ഖസദ ബി, എന്തുദ്ദേശത്തിലാണ് അവൻ ചെയ്തതെന്ന് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നല്ല നിയ്യത്ത് വെക്കുക ഹലാലായ കാര്യങ്ങൾക്ക്. അതാഫി മുബാഹൻ മഹദിൻ, തനിച്ച മുബാഹന്റെ വിഷയത്തിലായി പറയുന്നത് കേട്ടോ. ലാ യശുബുഹു കറാഹത്തിന്, അതിൽ കറാഹത്ത് കലരുന്നില്ല. കറാഹത്ത് കലരാത്ത തനിച്ച മുബാഹായ കാര്യമാണ് നിയ്യത്ത് കൊണ്ട് ഇബാദത്താവും എന്ന് പറഞ്ഞു. വലുതാരിക്ക് ഇക്കാരണത്താൽ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലുഹാ ഹിസാബുൻ വഹറാമുഹാ ഇഖാബുൻ, ദുന്യാവിനെ സംബന്ധിച്ച് പറഞ്ഞു അതിന്റെ ഹലാല് ഹിസാബാണ്, ചോദിക്കപ്പെടും, അതിന്റെ ഹറാം ഇഖാബാണ്, ശിക്ഷിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ നൽകി ഖൽബ് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. ഈമാൻ തെറ്റിപ്പോകാൻ അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഫി ഹദീസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ അബ്ദ, ഒരടിമ, ലയുസ്അലു യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ അയാളോട് ചോദിക്കപ്പെടും, അൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ഹത്താ അൻ കുഹ്ലി ഐനൈഹി, അവന്റെ കണ്ണില് സുറുമ ഇടുന്നതിനെ കുറിച്ച് പോലും ചോദിക്കപ്പെടും, എന്തിനിട്ടു. വഅൻ ഫുതാത്ത് തൈനത്തി, മണ്ണിന്റെ പൊടി ശകലം, അവന്റെ രണ്ട് വിരലിലുള്ള മണ്ണിന്റെ പൊടി, അതെങ്ങനെ വന്നു, എന്തിനു വേണ്ടിയാണ് ആ പൊടി, എന്തിനാ അവൻ എടുത്തത്, ഇത് ചോദിക്കപ്പെടും. ഉദാഹരണം പറയാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ ലംസിഹി, അവൻ തൊടുന്നതിനെ കുറിച്ചും, സൗബ അഖിഹി, തന്റെ സഹോദരന്റെ വസ്ത്രത്തിനെ അന്ന് തൊട്ടു, അതിനെക്കുറിച്ച് ഉദാഹരണം പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പോലും അല്ലാഹു തആല ചോദിക്കും. വഫീ ഖബരിൻ ആഖറ, മറ്റൊരു ഹദീസിലുണ്ട്, മൻ തതയ്യബ ലില്ലാഹി തആല,
അള്ളാഹുവിന് വേണ്ടി ഒരാൾ സുഗന്ധം പൂശിയാൽ ജാ യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ അയാൾ വരും. വരീഹുഹു അത്യബ് മിനൽ മിസ്കി, അതിൻ്റെ വാസന മിസ്കിനേക്കാൾ സുഗന്ധമാണ്. ആ രൂപത്തിൽ വരും. എപ്പോഴ് അയാൾ സുഗന്ധം പൂശിയത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ. ഇനി ഒമൻ തത്തയ്യബലി ഗൈരില്ലാഹി തആല, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് അത്ര പൂശിയതെങ്കിലോ ജാ യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ അവൻ വരും. വരീഹുഹു, അതിൻ്റെ ഗന്ധം അൻതനു മിനൽ ജീഫത്ത്, ശവത്തിനേക്കാൾ ദുർഗന്ധമുള്ളതായിരിക്കും. അത്ര മോശമായിട്ട് അവൻ വരും. തീബി, അപ്പൊ തീബ് ഉപയോഗിക്കുക, സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് മുബാഹാണ്. വലാകിൻ ലാ ബുദ്ദ ഫീഹി, അതിലുണ്ട് മിൻ നീയത്ത്, നീയത്ത് അത്യാവശ്യമാണ്. നീയത്തിൽ നിന്നും അതിന് ഒരു ഒഴികഴിവുമില്ല. ലാ ബുദ്ദ ഫീഹി, അതിലൊരു ഒഴികഴിവുമില്ല. നീയത്തിൽ നിന്നും നീയത്ത് വേണം. അപ്പോ ഒരാൾ ചോദിക്കുക, അത്ര പൂശുന്നതിനൊക്കെ എന്ത് നീയത്ത്? ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ ഫമല്ലദി യുംകിനു അൻ യൻബിയ ബിത്തീബി, ഫമല്ലദി ഒരു കാര്യം എന്താണത്, യുംകിനു സൗകര്യമാകും അൻ യൻബിയ ബിത്തീബി, തീബ് കൊണ്ട് അവൻ അതിനെ കരുതൽ. വഹുവ ഹള്ളും മിൻ ഹുദൂദിൻ നഫ്സി, നഫ്സിന്റെ ഹള്ളുകളിൽപ്പെട്ട ഒരു ഹള്ളാണല്ലോ ഈ സുഗന്ധം എന്ന് പറയുന്നത്. നഫ്സിന്റെ ഇടപാടിൽപ്പെട്ടതാണ്, അതിന്റെ ഓഹരിയാണത്. അതിനെന്താണ് നീയത്ത് കരുതാനുള്ളത് എന്ന് ചോദിച്ചാൽ കൈഫ യതതയ്യബുലില്ലാഹി, അവൻ അതെങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി സുഗന്ധം പൂശിയതാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഫഖുൽ, നീ ഫഅലം, നീ അറിയണം, അന്നമൻ ഒരാള് തതയ്യബ, അയാൾ സുഗന്ധം പൂശി മസലൻ യോമൽ ജുമഅത്ത്, ജുമാ ദിവസം, ഫി സായിരി ലൗഖാത്തി, മറ്റ് സമയങ്ങളിലും, എന്നിട്ട് യതസവ്വറു, അയാളുടെ മനസ്സിൽ വരും, അങ്ങനെ സുഗന്ധം പൂശിയാൽ യുത്തസവ്വറു, അതിനെ സങ്കല്പിക്കപ്പെടാം. എന്തെന്ന്? തനഉമ, അയാൾ തനഉമിനെ ഉദ്ദേശിക്കുന്നു എന്ന് സങ്കല്പിക്കപ്പെടാം. ദുന്യാവിന്റെ ലദ്ദത്തുകളെ കൊണ്ടുള്ള തനഉമ്, ആസ്വാദ്യത, അതിനുവേണ്ടിയ സുഗന്ധം പൂശി എന്നുദ്ദേശിക്കപ്പെടാം. അല്ലെങ്കിൽ യഖ്സിദ ബിഹി, അയാളെ കൊണ്ട് ഉദ്ദേശിക്കാം ഇദ്ഹാറ തഫാഖുരി, പ്രൗഢി കാണിക്കൽ, ബി കസറത്തിൽ മാലി, സ്വത്തൊക്കെ ഇഷ്ടംപോലെ, ഞാൻ നല്ല വില കൂടി അത്രക്കേ പൂശുള്ളൂ. ലിയഹ്സിദഹുൽ അഖറാൻ, തന്റെ സമകാലികൾ തന്നോട് അസൂയ ഉണ്ടാകാൻ വേണ്ടി, അങ്ങനെയാകാം. അല്ലെങ്കിൽ യഖ്സിദ ബിഹി, അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കാം റിയാ അൽ ഖൽഖ്, സൃഷ്ടികളോട് ഉള്ള റിയാ, അവർക്ക് അവർ 10 പേര് കാണട്ടെ. ലിയഖൂമ ലഹുൽ ജാഹു, ഇയാൾക്ക് ഒരു പ്രതാപം നിലനിൽക്കാൻ വേണ്ടി. ഖുലൂബിൻ, ജനങ്ങളുടെ കാൽബുകൾ, നല്ല വലിയ പുള്ളിയാണ്, വലിയ സുഗന്ധമൊക്കെ പൂശുന്ന ആളാണ്, ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ വയുദുക്കറ, ഇയാളെ സംബന്ധിച്ച് സ്മരിക്കപ്പെടണം, റായഹത്തി, സുഗന്ധം കൊണ്ട്. എപ്പോഴും അത്ര പൂശുന്ന മനുഷ്യനെ നല്ല സുഗന്ധമാണ്, ഇങ്ങനെ ആൾക്കാർ പറയണം. അല്ലെങ്കിൽ യതബദ്ദദ ബിഹി ഇലാ ഖുലൂബിൻ നിസാഇൽ അജ്നബിയാത്തി, അന്യ സ്ത്രീകളുടെ കൽബുകളിൽ ഇയാളെ കുറിച്ചൊരു ഒരു മവദ്ദത്തുണ്ടാകാൻ വേണ്ടിയിട്ട്, അന്യ സ്ത്രീകളെ ആകർഷിക്കാൻ. ഇതാക്കാന മുസ്തഫില്ലെതിരെ, ഇയാൾ നെതിറിന് പറ്റിയ ആളാണെങ്കിൽ, അയാൾ അതിനൊക്കെ പറ്റിയ ആളാണ്, പ്രായമൊന്നുമുള്ള ആളല്ല. അപ്പൊ അയാള് അത്ര പൂശും, എന്തിനാ? 10 പെണ്ണുങ്ങൾ കാണട്ടെ, അതിന്റെ മണം വരട്ടെ, ഇലഹിൻ, അവരിലേക്ക് നോക്കുന്നതിന് ഇയാള് മുസ്തഫില്ലാണെങ്കിൽ, അതിനുള്ള അർഹതയുള്ള ഒരാളെങ്കിൽ എന്നർത്ഥം. വലിയ ഉമൂരിൻ ഉഖ്റ, മറ്റു പല കാര്യങ്ങളെയും വേണ്ടി ആകാം. ലാ തുഹ്സ, അതിനെ കണക്കാക്കപ്പെടുകയില്ല, അത്രയും കാര്യം ചിന്തിക്കാം. വകുല്ലു ഹാദാ, ഈ ചിന്തയെല്ലാം യജഅലു തതയ്യിബ, സുഗന്ധത്തിനെ അതാക്കും, മാസിയത്തൻ, സുഗന്ധം പൂശലിനെ പാപമാക്കും. ഫബിദാലിക, ഇക്കാരണങ്ങൾ കൊണ്ട് യകൂനു, സുഗന്ധമാകും, സുഗന്ധം പൂശലാകും, അൻതന മിനൽ ജീഫൽ, ശവത്തിനേക്കാൾ ദുർഗന്ധമുള്ളതാകും ആ സുഗന്ധം അല്ലാഹുവിന്റെ ഫിൽ ഖിയാമത്തി. ഇല്ലൽ ഖസ്ദൽ അവ്വല, ഒന്നാമത്തെ ഖസ്ദ് ഒഴികെ. ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ ലദ്ദാത്ത് ദുന്യ, അനുഭവിക്കുക, ദുന്യാവിന്റെ രസം അനുഭവിക്കൽ ജായിസാണല്ലോ. അതെന്താണ്? തലദ്ദുദു തനഉമു, രസം അനുഭവിക്കുക, ആസ്വദിക്കുക എന്നുള്ള ഒന്നാമത്തത്. ഫൈനദാലിക ലൈസ ബിമാസിയത്തിൻ, അത് പാപമല്ല. ഇല്ല അന്നഹു, പക്ഷേ അവൻ യുസ്അലു അൻഹു, അവനോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. വമൻ നൂഖിസൽ ഹിസാബ ഉദ്ദിബ, അവൻ ഒരാൾ നൂഖിസൽ ഹിസാബ, ഹിസാബിനെ അയാളിൽ വല്ലാതെ ഹിസാബ് ചെയ്യപ്പെട്ടു, കിള്ളിക്കിളിച്ച് ചോദിക്കാന്ന് പറയും പഴയ മലയാളത്തിൽ. അതാണ് നൂഖിസ്. നീ എന്തിനങ്ങനെ ചെയ്തു അങ്ങനെ ചോദിക്കപ്പെട്ടാൽ ഉദ്ദിബ, അവനെ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. ഹലക്കാന്നുണ്ട് റിവായത്ത്. അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഒമനത്താ ശൈഅൻ മിൻ മുബാഹി ദുനിയ, ദുന്യാവിന്റെ മുബാഹിൽപ്പെട്ട എന്തിനെങ്കിലും ഒരുത്തം കൊണ്ടുവന്നാൽ ലം യുഅദ്ദിബ, അവന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയൊന്നുമില്ല. ഫിൽ ആഖിറത്തി, ദുന്യാവിന്റെ ഹലാൽ ചെയ്തതിന്റെ പേരിൽ ശിക്ഷയൊന്നുമില്ല. വലാകിൻ, പക്ഷേ യൻഖുസു, അത് ചുരുക്കും, മിൻ നഈമിൽ ആഖിറത്തി ലഹു, അയാൾക്കുള്ള
ആ ആഖിറത്തിന്റെ യൻകുസു ചുരുങ്ങും മിൻ നഈമിൽ ആഖിറത്തിൽ അയാൾക്കുള്ള ആഖിറത്തിന്റെ അനുഗ്രഹത്തിൽ നിന്നും ബിഖദരിഹി അതിന്റെ അളവ് ആ ദുന്യാവിൽ ഉപയോഗിച്ചതിന്റെ അളവ് അവന് ചുരുങ്ങും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വനാഹീക ഖുസ്റാനൻ പരാജയത്തിനാൽ നിനക്ക് മതി ബി അൻ യസ്തഅജില മാ യഫ്ന ബി അൻ യസ്തഅജില മാ യഫ്ന മായഫ്ന വേഗതയാകൽ കൊണ്ട് യസ്തഅജില ಅಂದ್ರೆ വേഗന്ന് വരിക, നശിക്കുന്ന ഒന്ന് വേഗന്ന് വരും. ദുന്യാവിന്റെ നശിച്ചു പോകുന്നതാണല്ലോ. യഖ്സുറ പരാജയപ്പെടൽ കൊണ്ടും സിയാദത്ത് നഈമിൻ ലാ യഫ്ന നശിക്കാത്ത നഈമിന്റെ സിയാദത്ത് കുറയൽ കൊണ്ടും പരാജയപ്പെടൽ കൊണ്ടും ഇല്ലാതാകൽ കൊണ്ടും അങ്ങനത്തെ പരാജയം നിനക്ക് മതി. അതായത് പരാജയത്തിനാൽ നിനക്ക് മതി എന്ത് ബി അൻ യസ്തഅജില മാ യഫ്ന നശിക്കുന്ന ഒന്ന് വേഗത്തിൽ വരൽ കൊണ്ട്. യഖ്സുറ പരാജയപ്പെട്ടു പോകൽ കൊണ്ടും സിയാദത്തു നഈമിൻ ലാ യഫ്ന നശിക്കാത്ത നഈമത്തിന്റെ സിയാദത്ത് പരാജയപ്പെട്ടു പോകൽ കൊണ്ടും. അഥവാ അവൻ ഹലാലിനെ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു, ഹലാല് നശിച്ചു പോകുന്നതാണ്. അപ്പൊ അത് നശിച്ചു പോകുന്നതിന് അവൻ വേഗം എടുക്കുന്നു, അതാണ് വിഷയം. വേഗം അവനിലേക്ക് വരുന്നു അത് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ നശിക്കാത്ത നഈമിന്റെ സിയാദത്ത് അവിടെ കുറയുകയും ചെയ്യുന്നു. പരാജയത്തിനാൽ അത് മതി എന്നാണ് ഇമാം ഗസാലി പറഞ്ഞത്. സംഗതി ദുന്യാവിന്റെ ഹലാലിനെ സ്വീകരിക്കാം, പക്ഷെ അതിലൂടെ നശിച്ചു പോകുന്ന ഹലാലിനെ എടുക്കുന്നതിലൂടെ നശിക്കാത്ത നഈമിന്റെ സിയാദത്ത് കുറഞ്ഞു പോകുന്നു. മനസ്സിലായിട്ടുണ്ടാകും. അമ്മൻ നീയത്തുൽ ഹസനത്ത് നല്ല നീയത്ത് ഫൈനോ എൻബിബി അയാളത് കൊണ്ട് കരുതാം ഇത്തിബാ സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ജുമാഅത്ത് ജുമാ ദിവസം അള്ളാഹു റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റി അവിടുന്ന് അത്ര പൂശുമായിരുന്നു, നമ്മളും പൂശുക. അത്ര പൂശുമ്പോഴെല്ലാം ആ നല്ല ചിന്ത ഉണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അള്ളാഹു റസൂലിന് അത്ര വളരെ ഇഷ്ടമായിരുന്നു, ഞാൻ പൂശുന്നു. അള്ളാഹു റസൂലിന് ഇഷ്ടമുള്ളത് ഞാൻ പൂശുന്നു. അൽഹംദുലില്ലാഹ് നല്ല നിയ്യത്തായിരുന്നു, അതിലൂടെ അവന് കൂലി കിട്ടും. വെൻബിബിദാലിക്ക് ആയുധൻ വീണ്ടും അയാൾ അതുകൊണ്ട് കരുതാം ഈ അത്ര പൂശൽ കൊണ്ട് തഅദീമുൽ മസ്ജിദി പള്ളിയെ ബഹുമാനിക്കുക, അള്ളാഹുവിന്റെ ഭവനമാണ്. അഹ്തറാമ ബൈത്തില്ലാഹി അള്ളാഹുവിന്റെ ഭവനത്തിനെ ആദരിക്കുക. ഫലാ യറ അപ്പോൾ അവൻ അൻ യദ്ഖുലഹു സായിറൻ ലില്ലാഹി അവൻ വിചാരിക്കുകയില്ല, കണക്കാക്കുകയില്ല, കാണുകയില്ല, അവൻ മനസ്സിലാക്കുകയില്ല അൻ യദ്ഖുലഹു പള്ളിയിൽ അവൻ കയറാമെന്ന് സായിറൻ ലില്ലാഹി അള്ളാഹുവിനെ സിയാറത്ത് ചെയ്യുന്നതിനാ നിലയിൽ കയറാമെന്ന് റായിഹത്ത് സുഗന്ധം നല്ലവനായ നിലയിലല്ലാതെ കയറാമെന്ന് അവൻ വിചാരിക്കുകയില്ല. അപ്പൊ അവൻ സുഗന്ധത്തിലൂടെ മാത്രമേ കയറുള്ളൂ, സുഗന്ധമില്ലാണ്ട് കയറാൻ പാടില്ലെന്ന് അവൻ മനസ്സിലാക്കും. യഖ്സുദബിഹി സുഗന്ധം കൊണ്ട് അവൻ ഉദ്ദേശിക്കാം തർബീഹ ജീറാനി തന്റെ അടുത്തിരിക്കുന്നവർക്ക് സുഗന്ധം ഉണ്ടാക്കുക. ലിയസ്തരീഹു ഫിൽ മസ്ജിദ് പള്ളിയിൽ അവർക്ക് റാഹത്തുണ്ടാകാൻ. എന്ത മുജാവറത്തിഹി ഇവനുമായിട്ട് ഇയാളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഇയാളുടെ സഹവാസത്തിൽ അയാളുടെ റായഹത്ത് കൊണ്ട് ഇയാളുമായിട്ടുള്ള സഹവാസത്തിൽ പള്ളിയിലിരിക്കുന്ന ആൾക്കാർക്ക് റാഹത്തുണ്ടാകാം. ബിഹി അയാൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കാം കരിഹ ദുർഗന്ധത്തിനെ തട്ടിമാറ്റലിനെ ഉദ്ദേശിക്കാം. നഫ്സിനെ തൊട്ട് അല്ലത്തി എങ്ങനത്തെ നഫ്സ് തുഅദ്ദി എങ്ങനത്തെ റായഹത്താണ് തുഅദ്ദി അത് കൊണ്ടെത്തിക്കും ഇലാ ഇദാഇ മുഖാലിത്തിഹി താനുമായി കലർന്നിരിക്കുന്ന ആളെ ഉപദ്രവിക്കുന്നതിലേക്ക് എത്തിക്കുന്ന റായഹത്ത്. അങ്ങനത്തെ റായഹത്തിനെ നീക്കുക, അതിനെ ഉദ്ദേശിക്കാം. അയാൾ ഉദ്ദേശിക്കാം ഹസ്മ ബാബിൽ ഗീബത്തി ഗീബത്തിന്റെ വാതിലിനെ അടച്ചു കളയുക. അനിൽ മുഖ്താബുകളെ തൊട്ട് ഇത് അവരിവനെ ഗീബത്ത് പറഞ്ഞാൽ കറാഹത്തായ റായഹത്തിനെ കൊണ്ട്. അതായത് ഒരാൾ പള്ളിയിലേക്ക് കയറുന്നു, ദുർഗന്ധം എന്തൊരു നാറ്റുവായവൻ അല്പം അത്ര പൂശിയില്ലല്ലോ എന്ന് പറയുന്ന ആ ഗീബത്തുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ എന്ത് ചെയ്താൽ പൂശിയാല് മറ്റൊരാൾക്ക് നമ്മളെ സംബന്ധിച്ച് ഗീബത്ത് പറയാൻ നമ്മൾ വഴി ഉണ്ടാക്കി കൊടുക്കരുത് എന്നർത്ഥം. അപ്പൊ ഫയഅസൂനല്ലാ അള്ളാഹുവിനെ അവർ സൂക്ഷിക്കും ബിസബബി ഇവൻ കാരണമായി. അത്ര പൂശിയില്ലായിരുന്നെങ്കിൽ അവർ തെറ്റ് ചെയ്യുമായിരുന്നു. അത്ര പൂശിയപ്പോ അവർക്ക് ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു, അള്ളാഹിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞു.
അപ്പോൾ അള്ളാഹു താല ഇതുപോലുള്ള തെറ്റുകൾ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗീബത്ത് പറയുന്ന അവസ്ഥ നമ്മൾ കാരണമായി വേറൊരാൾക്ക് ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫമൻ തഅറള ലിൽ ഗീബത്തി, ആൾ ഗീബത്തിലേക്ക് വെളിവാകുന്ന ഗീബത്തിനുള്ള അവസരം ഉണ്ടാക്കി, വഹുവ ഖാദിറുൻ അലൽ ഇഹ്തിറാസി മിന്ന, അതിൽ നിന്നും സൂക്ഷിക്കുന്നതിന് ഇയാൾക്ക് കഴിവുണ്ട്, കഴിവുള്ളതോടുകൂടെ ഗീബത്തിനുള്ള അവസരം ഒരുക്കി എങ്കിൽ അവൻ ശരീക്കും ഫിത്തിൽക്കൽ മാസിയത്ത്, ആ പാപത്തിൽ ഇവനും കൂടെ പങ്കാളിയായി തീരും. അതുകൊണ്ട് അപ്പോൾ എന്താ പറഞ്ഞത്, അത്തർ പൂശുക, അത്തർ പൂശുന്നത് കാരണമായി ഇങ്ങനെ ധാരാളം നിയ്യത്തുകൾ അവന് വെക്കാൻ കഴിയും. സംഗതി അത് ഹലാലാണ്, നിയ്യത്ത് കൊണ്ട് അത് ഇബാദത്തായി മാറും, കുർബത്തായി മാറും, അജറുകൾ തലാഹഫാവുകയും ചെയ്യും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കമാക്കയിലെ പുറയാതെ സംബന്ധമായ ഒരു പദ്യം പറയുന്നുണ്ട്, ഇൻഷാ അള്ളാഹ് അടുത്ത പാഠത്തിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, മോശമായ അന്ത്യം ഉണ്ടാവാണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല ഖബറിലെ ഏകാന്തയിൽ നമുക്ക് സമാധാനം നൽകട്ടെ, ഖബറിലെ ഇരുട്ടിൽ അവൻ വെളിച്ചം നൽകട്ടെ, ഖബറിൽ അവൻ നമുക്ക് അനീസായിട്ട് വരട്ടെ. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ഇടുക്കത്തിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല ആ ഖബറിൽ അള്ളാഹു തആല മശക്കത്തുണ്ടാവാതെ, ശിദ്ദത്തുണ്ടാവാതെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബിഹഖി നബിയ്യിക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.